നമ്മൾ സിനിമാ പ്രേമികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു കലാകാരൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അമ്മയെ കാണുമ്പോൾ തന്നെ എന്തായാലും എല്ലാവർക്കും അറിയാം, നമ്മുടെ രാധാലക്ഷ്മി അമ്മയുടെ വീട്ടിലാണ്, നമ്മുടെ പത്മരാജൻ സാറിൻ്റെ സ്വന്തം വീട്ടിലാണ്. സാറിൻ്റെ ഒരുപാടധികം ഓർമ്മകൾ നിലകൊള്ളുന്ന ഒരിടത്താണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്, അല്ലേ അമ്മ? അപ്പോൾ വരുന്നത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ആ റൂട്ടിൽ നിന്ന് കയറുന്ന ഈ ഒരു ഫുൾ പാത ഇങ്ങനെ ഈ പച്ചപ്പ് പടർത്തി വച്ചിരിക്കുകയാണ്, ഭയങ്കര ഭംഗിയായിട്ട്, വളരെ സുന്ദരമായിട്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഞാൻ ആദ്യം അത് തന്നെ ചോദിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് കിടക്കാം. അതിൻ്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇടവേള എന്നുള്ള പടം ഷൂട്ടിങ്ങിന് പോയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചാക്ക് നിറച്ച് ഈ വള്ളിയുടെ കട്ടിങ്സും കൊണ്ടുവന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ ഇവിടെ നട്ടതാണ്. പക്ഷേ ഇത് മുഴുവൻ വളർന്ന് കാണാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതിന് മുമ്പ് പോയി. പക്ഷേ കാണുന്നവരെല്ലാവരും പറയും എന്തൊരു ഭംഗിയാണ് ഈ പച്ചയ്ക്ക്. എനിക്ക് ഒരു സുഗതകുമാരി ടീച്ചർ ഒരിക്കൽ വന്നിട്ട് ഇത് മുഴുവൻ പച്ചയാണല്ലോ, എന്തൊരു ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. കയറി വരുമ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കൂളിംഗ് ആണെന്ന് പറയും. അതെ, സത്യം. നമുക്ക് അപ്പൊ ഇതുപോലെ സുന്ദരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കും കൂടെ ഏറ്റവും ഇവിടെ വന്ന ഉടനെ ശരിക്കും ഈ പച്ചപ്പ് പോലെ തന്നെ എൻ്റെ ശ്രദ്ധ വന്നൊരു കാര്യമാണ്. അതിന്റെ കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? നമ്മുടെ ഇവിടെ ഒരു പ്രീമിയർ പത്മിനി കിടക്കുന്നുണ്ട്, പഴയതാണ്. സാറ് യൂസ് ചെയ്തിരുന്നതായിരുന്നോ? അതെ, ഞങ്ങള് 1986 ഇവിടെ പോയിട്ട് എന്താണ് മദ്രാസിൽ ഭരതൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചതാണ് ആ കാറ്. മദ്രാസിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൂടെ ചിത്തിര പണിക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചിലേ ഉള്ള മുതുകുളത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ചിത്രയും കൊണ്ടാണ് പോകുന്നത്. ചിത്ര ഡ്രൈവറാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അതായിരുന്നു ഈ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നത് ചിത്രയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണോ അത് ആദ്യത്തെ കാറാണോ എന്ന് എനിക്ക് ശരിക്കും പറയാൻ അറിഞ്ഞൂടാ. എങ്കിലും മദ്രാസിൽ നിന്നാണ് ഈ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടാവല്ലോ, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അല്ലേ അമ്മയ്ക്ക് ഈ വണ്ടിയിൽ? ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ വലിയ യാത്രകളൊന്നും ഞാൻ ഇതിൽ പോയിട്ടില്ല. ഇവിടുന്ന് മുതുകുളം വരെയോ മദ്രാസ് വരെയും കാറിൽ പോയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. പൊതുവെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിനൊന്നും ഞാൻ കൂടെ പോകാറൊന്നുമില്ല. ഇവിടെ പത്മരാജൻ സാറിന്റെ പേര് എഴുതിയിട്ട് അതിനും ഒരു ക്ലാസിക് ടച്ച് ഉണ്ട്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ പി പത്മരാജൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു ക്ലാസിക് ടച്ചിൽ തന്നെ വുഡിലൊക്കെ ആണോ? അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് കിടക്കും. ഈ വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നേരത്തെ ഒരു നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ നിൽക്കുകയാണ്. അതായത് ഇവിടെയാണോ നമ്മുടെ ജയറാം സാറൊക്കെ വന്ന് കാണാൻ വന്നു എന്ന് പറഞ്ഞത്? ഈ വരാന്തയില്. അപ്പൊ ആ വാതിലില്ല, ആ മുറിയുമില്ല, അവിടെ മുറ്റമായിരുന്നു. ഈ ഒരു തിണ്ണയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള, വളരെ റിലവൻസ് ഉള്ള ഒരു തിണ്ണയാണ്. നമ്മുടെ ജയറാമേട്ടൻ മലയാളം, തമിഴ്, തെലുങ്ക് ഇങ്ങനെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടുന്ന നമ്മുടെ ജയറാമേട്ടന്റെ കരിയറിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു അല്ലേ? അന്ന് ഇവിടെ ആയിരുന്നില്ല, ഇവിടെ അല്ല ഓപ്പണിങ്. അവിടെ ഒരു തിട്ടുണ്ടായിരുന്നു. ഇതിലെയാണ്, ഇവിടെ സ്റ്റെപ്പായിരുന്നു, ഇവിടെ നിന്നാണ് കയറിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ആദ്യമായിട്ട് പത്മരാജൻ സാറിനെ കാണാൻ വന്ന ദിവസം അതിലെയാണ് കയറുന്നത്. ഇവിടെ ഇതിലേ കയറാൻ പറ്റൂലായിരുന്നു, ഒരു തിട്ട്. അപ്പൊ വന്നിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്ത് കൊണ്ട് മലയാറ്റൂർ സാറിന്റെ കൂടെ അല്ലേ ഇവിടെ വെച്ചായിരുന്നു തോന്നുന്നു പല ആൾക്കാരും സാറിനോട് ഈ അഭിനയമോഹമുള്ളവരും എല്ലാം വരാന്തയില്ല. എങ്ങനെയാ വെച്ചാൽ ഈ വരുന്നവർ ആരാ എന്താന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതെ. അപ്പൊ ആരെയാ അകത്ത് കയറ്റുക? ചിലരൊക്കെ അവിടെ വന്ന് കിടന്നുണ്ട്, സാറിനെ കാണണമെന്ന് പറഞ്ഞ് മുറ്റത്ത് കിടക്കുക. നല്ല വെള്ളമായിരുന്നിരിക്കും. അതല്ല എങ്ങനെ ഏത് സ്റ്റേജിലാണ് അവര് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ മുറ്റത്ത് കിടന്നിട്ടുണ്ട് ആൾക്കാര്, എന്നിട്ട് സാറിനെ കണ്ടിട്ടേ പോകുന്നു പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് പേടിയാവില്ലായിരുന്നു? അന്ന് അമ്മ വളരെ ചെറുപ്പമാണ്. എനിക്ക് തുണയ്ക്ക് ആൾക്കാർ ഉണ്ടല്ലോ, അത് എനിക്ക് പേടിയില്ല. ഇതുപോലെ വേറെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ജയറാമേട്ടൻ പോലെ? ആർട്ടിസ്റ്റ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മോഹൻലാൽ വന്ന കോണിപ്പടി ഇരുന്നവരെ എനിക്ക് ഓർമ്മയില്ല.